സാംസങ് അവരുടെ പുതിയ എസ് സീരീസ് ഫോണുകളായ S21, S21 പ്ലസ്, S21 അൾട്ര എന്നീ 3 മോഡലുകളാണ് ഇന്ന് ഇറക്കിയത്. iPhone 12 സീരീസുമായി കമ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. iPhone 12 സീരീസ് എന്ന് പറയുമ്പോൾ 4 ഫോൺ വരും. iPhone 12 mini, 12, 12 Pro, 12 Pro Max. സാംസങ് S21 സീരീസ് എന്ന് പറയുമ്പോൾ 3 ഫോണാണ് അവർ ഇറക്കിയത്. S21, S21 പ്ലസ് ആൻഡ് S21 അൾട്ര. 4ഉം 3ഉം കമ്പയർ ചെയ്യുന്നതിന് പകരം iPhone 12 മിനിയെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള 3 ഫോണുകൾ ഐഫോണിൻ്റെയും സാംസങ്ങിൻ്റെയും വെച്ച് കമ്പയർ ചെയ്താണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓരോ കാറ്റഗറിയായി നമുക്ക് തരംതിരിക്കാം. ആദ്യം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പിന്നെ ഡിസ്പ്ലേ, റെസൊല്യൂഷൻ, റിഫ്രഷ് റേറ്റ്, ഡയമെൻഷൻസ് അതായത് സൈസ്, വെയിറ്റ്, ബാറ്ററി കപ്പാസിറ്റി, പ്രോസസ്സർ, റാം, സ്റ്റോറേജ്, പോർട്സ്, റിയർ ക്യാമറ, ഫ്രണ്ട് ക്യാമറ, പിന്നെ ബയോമെട്രിക്സ്, വാട്ടർ പ്രൂഫ്, വയർലെസ് ചാർജിങ്, 5G സപ്പോർട്ട്, പിന്നെ പ്രൈസിങ്ങും. ഈ ഇത്രയും കാറ്റഗറിയാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായി നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ iPhone 12 കമ്പയറിംഗ് വിത്ത് Samsung S21, iPhone 12 Pro comparing with Samsung S21 Plus, പിന്നെ iPhone 12 Pro Max comparing with Samsung S21 Ultra. ഇങ്ങനെയാണ് കമ്പാരിസൺ വരുന്നത്. അപ്പോൾ ആദ്യമായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഐഫോണിൽ ഒബ്വിയസ്ലി iOS 14 ആണ് വന്നത്. ഇതിൽ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 11 ആണ് S21 സീരീസിൽ വരുന്നത്. പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഐഫോണിൽ ഉപയോഗിക്കപ്പെടുന്ന ഡിസ്പ്ലേ. അതായത് iPhone 10 മുതൽ അവരുടെ അമോലഡ് ഡിസ്പ്ലേകൾ അവർ മേടിക്കുന്നത് സാംസങ്, LG പോലുള്ള കമ്പനികളിൽ നിന്നാണ്. 85% ഓഫ് ദ ഡിസ്പ്ലേ മേടിക്കുന്നത് സാംസങ്ങിൽ നിന്നാണ്. അപ്പോൾ ഏകദേശം ഡിസ്പ്ലേ വരുമ്പോൾ രണ്ടിലും അമോലഡ് ഡിസ്പ്ലേ തന്നെയാണ്. ഏകദേശം സെയിം റെസൊല്യൂഷൻ എന്ന് പറയാം. ഡിസ്പ്ലേ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ സാംസങ്ങിൽ നിന്ന് പറയേണ്ടി വരും. S21 2400x1080, അതേസമയം iPhone 12 2532x1170. അതിൽ ഐഫോണാണ് ബെറ്റർ, iPhone 12 ആണ് ബെറ്റർ. പക്ഷേ ഹൈ എൻഡ് മോഡൽ നോക്കുമ്പോൾ സാംസങ് ഗാലക്സി S21 അൾട്രയിൽ 3200x1440 ആണ്. പക്ഷേ ഐഫോണിലാണെങ്കിൽ iPhone 12 Pro Maxലാണെങ്കിൽ 2778x1284 ആണ്. കമ്പാരിറ്റീവ്ലി ചെറിയ മോഡലുകളിൽ ഐഫോണും വലിയ പ്രോ വെർഷൻ മോഡലുകളിൽ സാംസങ്ങുമാണ് ഇവിടെ വിജയി. അടുത്തതായി ഡിസ്പ്ലേ സൈസ് നമുക്ക് കമ്പയർ ചെയ്യാം. iPhone 12ൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 6.1 ആണ്. iPhone 12 Proവും അതേ സൈസിലാണ് വന്നത്, 6.1 തന്നെ. 12 Pro Max വന്നത് 6.7ലാണ്. പക്ഷേ സാംസങ്ങിൻ്റെ S21 വരുന്നത് 6.2 ആണ്. പിന്നെ S21 പ്ലസ് വരുന്നത് 6.7 ഇഞ്ചും സാംസങ് ഗാലക്സി S21 അൾട്ര വരുന്നത് 6.8 ഇഞ്ചുമാണ്. അത് വലിയ വ്യത്യാസങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ഇനി അടുത്തത് റിഫ്രഷ് റേറ്റിലേക്ക് പോകാം. റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് സാംസങ്ങിൽ 120 Hz ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റ് വരാൻ തുടങ്ങിയിട്ട് 1-2 വർഷമായി. പക്ഷേ ഇപ്പോഴും iPhone 12 സീരീസിലും റിഫ്രഷ് റേറ്റ് പഴയ 60 Hz തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതൊരു പോരായ്മയായി തന്നെ കാണേണ്ടി വരും. കാരണം മറ്റു ഫോണുകൾ OnePlus പോലുള്ള കമ്പനികൾ വരെ 120 Hz ഫോണുകൾ ഇറക്കിയതാണ്. അതും 1.5 വർഷം മുമ്പ് തന്നെ അവർ ഇറക്കിയതാണ്. പക്ഷേ ഐഫോണിൽ ഇപ്പോഴും 60 Hz ആണ് ഡിസ്പ്ലേ. അപ്പോൾ ഇവിടെ വിജയി സാംസങ് S21 സീരീസാണ്. മുഴുവൻ 3 ഫോണുകളിലും 120 Hz ആണ് റിഫ്രഷ് റേറ്റ്. പക്ഷേ വേരിയബിൾ ആണ്. അത്രയും റിഫ്രഷ് റേറ്റ് ആവശ്യമില്ലാത്തടത്ത് അത് 42 Hz ആയിട്ട് കുറയുന്നുണ്ട്. അന്നേരം നമുക്ക് ബാറ്ററി കൺസംഷനും കുറഞ്ഞു വരും. പക്ഷേ ഐഫോണിലാണെങ്കിൽ മുഴുനീളം 60 Hz ആണ് റിഫ്രഷ് റേറ്റ്. തിക്നെസ് കമ്പയർ ചെയ്യുമ്പോൾ ഐഫോൺ സീരീസുകളാണ് ഇവിടെ വിജയി. 7.4 mm മാത്രമാണ് ഇവിടെ iPhone 12 സീരീസിന് തിക്നെസ് ആയിട്ടുള്ളത്. പക്ഷേ സാംസങ് S21 സീരീസിന് S21-ന് 7.9 മില്ലിമീറ്ററും 7.8 മില്ലിമീറ്റർ S21 പ്ലസിനും 8.9 ആണ് തിക്നെസ് ഫോർ S21 അൾട്ര. അപ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് വരും. അതിനനുസരിച്ചിട്ട് അവരുടെ ബാറ്ററി കപ്പാസിറ്റിയും കൂടുതലാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇവിടെ വിജയി ഐഫോൺ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഐഫോണിലെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. വെയ്റ്റിലും വലിയ കോമ്പറ്റീഷനൊന്നുമില്ല. S21-ലാണെങ്കിൽ 171 ഗ്രാമും, S21 പ്ലസിലാണെങ്കിൽ 202 ഗ്രാമും, S21 അൾട്രയിലാണെങ്കിൽ 229 ഗ്രാമുമാണ് വരുന്നത്. iPhone 12 164ഉം 189ഉം 228 ഗ്രാമും, 12 Pro, 12 Pro Max റെസ്പെക്റ്റീവ്ലി ഇങ്ങനെയാണ് വരുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. 1 ഗ്രാമിൻ്റെ വ്യത്യാസമേ ഉള്ളൂ 12 Pro Maxും അൾട്രയും തമ്മിൽ.
ഇനി വരുന്നതാണ് മെയിൻ ബാറ്ററി കപ്പാസിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐഫോൺ 12 സീരീസിൽ ഐഫോൺ 11 പ്രോ സീരീസിനേക്കാളും കുറഞ്ഞതാണ് ബാറ്ററി ഇത്തവണ അവർ ഇറക്കിയിട്ടുള്ളത്. S21 4000 mAh ഉണ്ട്. നേരെ മറിച്ച് അതിൻ്റെ കോമ്പറ്റീറ്ററായ ഐഫോൺ 12 ആകെയുള്ളത് 2815 S21 പ്ലസ്സിൽ 4800 mAh ഉണ്ട്. പക്ഷേ അതിൻ്റെ കോമ്പറ്റീറ്ററായ 12 പ്രോയിലും 2815 mAh ആണ്. S21 അൾട്രയിൽ 5000 mAh ഉണ്ട്. പക്ഷേ അതിൻ്റെ കോമ്പറ്റീറ്ററായ 12 പ്രോ മാക്സിൽ 3687 mAh ഉള്ളൂ. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് സാംസങ് ഫോണുകൾ തന്നെയാണ് വിജയി. ഇനി അടുത്തത് പ്രോസസ്സർ കമ്പയർ ചെയ്യുമ്പോൾ നിസ്സംശയം പറയാൻ പറ്റും ഐഫോൺ പ്രോസസ്സറുകൾ തന്നെയാണ് ഏറ്റവും മികച്ച പ്രോസസ്സറുകൾ. ചുരുങ്ങിയ റാം കൊണ്ട് തന്നെ വളരെ മികച്ച പെർഫോമൻസ് തരുന്ന പ്രോസസ്സർ ഐഫോണിൻ്റെ പ്രോസസ്സറാണെന്ന് പറയാതെ വയ്യ. കാരണം ഇത്രയും കാലം അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 1 GB മാക്സിമം 2 GB റാം ആയിരുന്നു. കഴിഞ്ഞ വർഷമാണ് അവർ 4 GB-യിലോട്ടും 6 GB-യിലോട്ടും മാറിയത് റാമുകൾ. ഇപ്പോഴും 6 GB ആണ് മാക്സിമം റാം, വെറാസ് ഇൻ സാംസങ് ഇറ്റ് ഈസ് 8 GB ആൻഡ് 12 GB റാം. പക്ഷേ പ്രോസസ്സർ എന്ന് പറയുന്നത് A14 ബയോണിക് ചിപ്പാണ് ഐഫോൺ 12 സീരീസിൽ മുഴുവനായി ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പ്രോസസ്സർ ഇൻ S21 സീരീസ് സ്നാപ്ഡ്രാഗൺ 888 പ്രോസസ്സറാണ് US റീജിയനിൽ. ബാക്കിയുള്ള എല്ലാ റീജിയനിലും അവരുടെ ലേറ്റസ്റ്റ് 5 നാനോമീറ്റർ പ്രോസസ്സർ ആയിരിക്കും ഉപയോഗിക്കുക. അടുത്തതായി റാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാം ഐഫോൺ 12 സീരീസിൽ 12-ന് 4 GB റാമും 12 പ്രോ മാക്സിന് 6 GB റാമുമാണുള്ളത്. സാംസങ് S21-ന് 8 GB റാമും S21 പ്ലസിന് 8 GB റാമും S21 അൾട്രയ്ക്ക് 12 GB ഓർ 16 GB റാം വേരിയൻ്റ് വരെ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വിജയി സാംസങ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം റാമിൻ്റെ മാനേജ്മെൻറ്റ് അതിലാണ് കാര്യം. അല്ലാണ്ട് 12 GB 16 GB റാമൊന്നും ഉണ്ടായിട്ട് വലിയ കാര്യമില്ല. അതെങ്ങനെ മാനേജ് ചെയ്യുന്നു അതിലാണ് കാര്യം. അതുകൊണ്ട് എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നത് ഐഫോണാണ്. 6 GB റാം ആണെങ്കിലും ബെറ്റർ ആയിട്ടുള്ളത് ഐഫോൺ തന്നെയാണ്. അടുത്തതായി സ്റ്റോറേജ് ഓപ്ഷനാണ് വരുന്നത്. സ്റ്റോറേജ് നമുക്കറിയാം ഐഫോൺ 12 സീരീസിൽ 64 GB 128 256 ആയിരുന്നു ബേസ് മോഡൽ ഐഫോൺ 12-ൽ. 12 പ്രോയ്ക്കകത്ത് 128 256 512 GB. 12 പ്രോ മാക്സിലും അതേപോലെ തന്നെയായിരുന്നു. ഇതിൽ S21 സീരീസിൽ S21-ൽ 128 GB 256 GB വെർഷൻ മാത്രമേ ഉള്ളൂ. അതും എക്സ്പാൻഡബിൾ അല്ല ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവർ മെമ്മറി കാർഡ് ഇടുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എക്സ്പാൻഡബിൾ അല്ല. S21 പ്ലസും അതേപോലെ 128 ആൻഡ് 256 GB ആണ്. വേറാസ് S21 അൾട്രയിലേക്ക് വരുമ്പോൾ 128 GB 256 GB ആൻഡ് 512 GB വെർഷനും കൂടിയുണ്ട്. ഇതിലും വലിയ വിജയി ആരെന്ന് പറയാൻ പറ്റില്ല, കാരണം ബോത്ത് ആർ ഈക്വൽ. അടുത്തതായി ക്യാമറയാണ് വരുന്നത്. ക്യാമറ എന്ന് പറയുന്നത് രണ്ട് ഫോണുകളെ സംബന്ധിച്ചിടത്തോളം മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ റിയർ ക്യാമറ എന്ന് പറയുന്നത് ഐഫോൺ 12 സീരീസിൽ 12-ൽ 2 ക്യാമറ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് 12 പ്രോയിലും പ്രോ മാക്സിലും 3 ക്യാമറ വീതമുണ്ട്. ഇവിടെ സാംസങ് S21 സീരീസിൽ 3 ഫോണുകളിലും 3 ക്യാമറ വീതമുണ്ട്. S21 അൾട്രയിൽ 4ാമത്തെ ക്യാമറയും കൂടി ഉണ്ട് എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. S21-ലാണെങ്കിൽ 12 മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറയും അൾട്രാ വൈഡ് ക്യാമറയും പിന്നെ ഒരു 64 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും കൂടെ ഉണ്ട്. ഇതിനകത്ത് 3 ടൈംസ് ഹൈബ്രിഡ് ഒപ്റ്റിക് സൂം വരെ ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ്. S21 പ്ലസിലും ഇതേ ക്യാമറ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. S21 അൾട്രയിലെത്തുമ്പോഴാണ് അവിടെ വ്യത്യാസം വരുന്നത്. 108 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയാണുള്ളത്. പിന്നെ 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ഉണ്ട്. പിന്നെ 10 മെഗാ പിക്സലിൻ്റെ 3 ടൈംസ് ഒപ്റ്റിക്കൽ സൂമുള്ള ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. പിന്നെ 10 മെഗാ പിക്സലിൻ്റെ 10 ടൈംസ് ഒപ്റ്റിക്കൽ ചെയ്യാൻ പറ്റുന്ന ടെലിഫോട്ടോ ലെൻസും കൂടിയുണ്ട്. ഇനി ഐഫോണിലോട്ട് വരുമ്പോൾ 12 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിളും 12 മെഗാ പിക്സലിൻ്റെ തന്നെ അൾട്രാ വൈഡ് ആംഗിളുമാണുള്ളത്. 12 പ്രോ മോഡലുകളിലാണ് 12 മെഗാ പിക്സലിൻ്റെ 3 ക്യാമറകൾ വരുന്നത്. വൈഡ് ആംഗിൾ, അൾട്രാ വൈഡ് ആംഗിൾ, പിന്നെ 2 ടൈംസ് ഒപ്റ്റിക്കൽ സൂം മാത്രമേ ഉള്ളൂ. ഇനി ഐഫോൺ 12 പ്രോ മാക്സിലാണെങ്കിൽ 12 മെഗാ പിക്സലിൻ്റെ 3 ക്യാമറയുണ്ട്. പക്ഷേ ഒരു ക്യാമറയിൽ 2.5 ടൈംസ് ഒപ്റ്റിക്കൽ സൂം വരെ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടാതെ ഒരു ലിഡാർ സെൻസർ എന്നുള്ള ഒരു സെൻസറും കൂടിയുണ്ട് ഐഫോൺ 12 പ്രോ മാക്സിൽ. അതേപോലെ തന്നെ ഈ സെൻസർ സാംസങ്ങിൻ്റെ ഗാലക്സി S21 അൾട്രയിലും ഉണ്ട്. ക്യാമറ മുമ്പത്തെ S20 പിന്നെ ഐഫോൺ 11 പ്രോ ഒക്കെ ഉപയോഗിച്ച് ഒരു പരിചയം വെച്ച് ഞാൻ പറയുമ്പോൾ ഫോട്ടോഗ്രാഫിക്ക് സാംസങ് ഫോണുകളാണ് ബെറ്റർ. പക്ഷേ വീഡിയോഗ്രാഫിക്ക് ഐഫോണിനെ വെല്ലാൻ ഇതുവരെ
സാംസങ്ങിന് പറ്റിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇതെൻ്റെ അഭിപ്രായമാണ്, എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ സാംസങ്ങിൻ്റെ ക്യാമറ ആയിരിക്കും ചിലപ്പോൾ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഇനി അടുത്തത് ഫ്രണ്ട് ക്യാമറയിലോട്ട് വരാം. S21 10 മെഗാ പിക്സലിൻ്റെ 2.2 അപ്പർച്ചറിൻ്റെ ഒരു ക്യാമറയാണുള്ളത്. S21 പ്ലസിനകത്ത് 10 മെഗാ പിക്സലിൻ്റെ തന്നെ അതേ ക്യാമറയാണ് 2.2 അപ്പർച്ചർ ഉള്ളത്. പിന്നെ S21 അൾട്രയിൽ 40 മെഗാ പിക്സൽ 40 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്, 2.2 തന്നെയാണ് അപ്പർച്ചർ. പിന്നെ ഐഫോണിലോട്ട് വരുമ്പോൾ ഫ്രണ്ടിൽ 3 ഫോണുകളിലും 12 പ്രോ 12 പ്രോ മാക്സിൽ 12 മെഗാ പിക്സലിൻ്റെ 2.2 അപ്പർച്ചറോട് കൂടിയിട്ടുള്ള ലെൻസുകളാണ് വരുന്നത്. അടുത്തത് ബയോമെട്രിക്സ് നമുക്കറിയാം, ഫിംഗർ പ്രിൻറ്റ്, ഫേസ് റെക്കഗ്നിഷനാണ്. ഈ 2 ടെക്നോളജിയും സാംസങ് ഫോണുകളിൽ വരുന്നുണ്ട്. വേറെസ് ഇൻ ഐഫോൺ ഇറ്റ് ഈസ് ഓൺലി ഫേസ് ID. കമ്പയർ വെച്ച് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ ഉള്ളത് നല്ലതാണ്. അതുകൊണ്ട് ഇതിൽ എനിക്ക് സാംസങ് ആണ് ബെറ്റർ എന്ന് പറയാം. പക്ഷേ ഫേസ് ID നമുക്കറിയാം സാംസങ്ങിനേക്കാളും ബെറ്ററാണ് ഐഫോണിനകത്തുള്ള ഫേസ് ID, ബിക്കോസ് ഇറ്റ്സ് എ 3D സ്കാനർ. വാട്ടർ പ്രൂഫ് എല്ലാ ഫോണുകളും ഈ ഞാൻ കമ്പയർ ചെയ്യാൻ എടുത്ത 6 ഫോണുകളും IP68 റേറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് അതിൽ വലിയ കമ്പാരിസൺ ഒന്നും ചെയ്യാനില്ല. വയർലെസ് ചാർജിങ്ങും ഈ 6 ഫോണുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5G ഈ 6 ഫോണുകളും 5Gയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 5G മാത്രം ഇതുവരെ എത്തിയിട്ടില്ല എവിടെയും. ഇനി അടുത്തത് മെയിൻ സെഗ്മെൻ്റാണ്, ഇതിൻ്റെ പ്രൈസ് റേഞ്ച്. കഴിഞ്ഞ വർഷം നമുക്കറിയാം S20 റിലീസ് ചെയ്ത സമയത്ത് സാംസങ് പ്രൈസ് കൊടുത്തിരുന്നത് $999 ആണ് അവരുടെ ബേസ് മോഡലായ S20ക്ക് കൊടുത്തത്. പക്ഷേ ഇപ്രാവശ്യം അവർ കുറച്ചിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ബാക്ക് സൈഡിൽ അവർ ഇപ്രാവശ്യം ഗ്ലാസ് അല്ല ഉപയോഗിച്ചിട്ടുള്ളത്. S21 വേണ്ടി അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പോളികാർബണേറ്റ്, അതായത് പ്ലാസ്റ്റിക് ആണ് S21 ബാക്ക് സൈഡ്. പക്ഷേ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, മാറ്റ് ഫിനിഷാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് അവിടെ നമുക്ക് കാണാൻ പറ്റില്ല. സാംസങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് S21 $799, S21 പ്ലസിന് $999, S21 അൾട്രയ്ക്ക് $1199 ഡോളേഴ്സിൽ വരുന്നത്. വേറെ ഐഫോൺ 12 സീരീസ് സ്റ്റാർട്ട് ചെയ്തത് $829. 12 മിനിക്ക് അതിനേക്കാളും കുറവായിരുന്നു, പക്ഷേ 12 മിനി നമ്മൾ കമ്പയർ ചെയ്യാൻ എടുക്കുന്നില്ല. $829 ഐഫോൺ 12. ഐഫോൺ 12 പ്രോ $999, ഐഫോൺ 12 പ്രോ മാക്സ് $1099. അപ്പോൾ ഇവിടെ ഐഫോണിനായിരുന്നു വില കുറവെന്ന് വേണമെങ്കിൽ പറയാം. ഐഫോൺ 12 പ്രോ മാക്സിന് $1099, ഐഫോൺ സാംസങ് S21 അൾട്രയ്ക്ക് $1199 വില. പെട്ടെന്നുള്ള ഒരു തട്ടിക്കുട്ടിയ ഒരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.